Good morning. Welcome to my show. ഇന്ന് കാലത്ത് കട്ടൻ ചായ മാത്രം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓഫീസിൽ പോകുന്നവർക്ക് വേണ്ടി, കാലത്തൊരു കട്ടൻ ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, കട്ടൻ ചായ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇന്നൊരു സ്പെഷ്യൽ മ്യൂസിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ് തരാൻ പോവാണ്. ഒരു സ്പെഷ്യൽ സോങ് പ്ലേ ചെയ്യാൻ പോവാണ്. എന്റെ കൂടെ ഒരു ബാൻഡ് ഉണ്ട്. ആ ബാൻഡ് ഇപ്പൊ പാട്ട് പാടാൻ പോവാണ്. Ready, 1, 2, 3, start. കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ. പഴംപൊരി നിന്നെ പ്രണയിച്ചു, ഉരുണ്ട ബോണ്ടയും പ്രണയിച്ചു. ഹൈ, പഴംപൊരി നിന്നെ പ്രണയിച്ചു, ഉരുണ്ട ബോണ്ടയും പ്രണയിച്ചു. പുട്ടും കടലയും അപ്പവും മുട്ടയും എല്ലാരും നിന്നെ പ്രണയിച്ചു. പുട്ടും കടലയും അപ്പവും മുട്ടയും എല്ലാരും നിന്നെ പ്രണയിച്ചു. കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ, കരുകരുത്തൊരു ചെറുരുചിയുള്ള കട്ടൻ ചായ. എക്സാക്ട്ലി, കറുത്തൊരു ചെറു രുചിയുള്ള കട്ടൻ ചായ. എന്റെ കൂടെ ഉണ്ട് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തരാനായിട്ട്, ഒരു മ്യൂസിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് തരാനായിട്ട്. ഹായ്, ഞാൻ സാജിദ് യാഹിയ. ഞാൻ വേതാളം ബാൻഡിന്റെ വോക്കലിസ്റ്റ് ആണ്. ഹായ്, ഐ എം നിക്സൺ ജോയ്, വേതാളം ബാൻഡിന്റെ ഗിറ്റാറിസ്റ്റ് ആണ്. ഹായ്, ഞാൻ ടോണി, വേതാളം ബാൻഡിന്റെ വോക്കലിസ്റ്റ് ആണ്. ഹായ്, ഞാൻ രമേശ്, ബേസിസ്റ്റ് ആണ് വേതാളം. 4 വേതാളങ്ങളും കൂടിയിട്ട് വിക്രമാദിത്യനായിട്ട് ഞാനും. ഹായ്, ഞാൻ ഷാൻ ഓൺ കലക്കൻ റീചാർജ് ക്ലബ് FM 94.3. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. Breakfast Club on Kalakan Recharge. Kalakan Recharge. Good morning and welcome back to my show. This is Kalakan Recharge on Club FM 94.3. And ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിൽ ഉള്ളത് വേതാളം എന്നുള്ളൊരു ബാൻഡാണ്. കൊച്ചിൻ സിറ്റിയിൽ ഒരു യങ് ബാൻഡാണ്. ആൻഡ് അവർക്ക് പറയാനും പാടാനുമായിട്ട് അവരുടേതായ രീതിയിൽ കുറച്ച് ശീലുകളുണ്ട്, പാട്ടുകളുണ്ട്. ആ പാട്ടുകളിലൂടെ ട്രാവൽ ചെയ്യാണ് ഓൺ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്. Breakfast Club on Kalakan Recharge. Kalakan Recharge. എന്താണ് വേതാളം ബാൻഡ്? ഇപ്പൊ എല്ലാവർക്കും ഇതാണ് പാതാളം, വേതാളം, പച്ചാളം, ഇങ്ങനത്തെ ബാൻഡുകൾ മാത്രമേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ബാൻഡ്? ആക്ച്വലി വേതാളം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പച്ചാളം അങ്ങനെ പേരിലിട്ടൊരു പേരല്ല. അതിന് കാലികപ്രസ്ഥമായ ഒരു അർത്ഥം തന്നെ അതിനുണ്ട്. ആക്ച്വലി വേതാളം എന്ന് പറയുന്നത് വേറൊരു താളം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇല്ലെങ്കിൽ പണ്ട് വിക്രമാദിത്യന്റെ മുതുകിൽ കയറി ഇറങ്ങാൻ ആളാണ് വേതാളം. ഞങ്ങളുടെ പാട്ടുകളും അതുപോലാണ്. ഹൃദയത്തിൽ കയറിയാൽ ഇറങ്ങില്ല ഷാനേ. എന്താണ് നിങ്ങൾ വേതാളം എന്ന ബാൻഡിന് വേറൊരു താളം? വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഈ പാട്ടുകളെല്ലാം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് മലയാളികൾ അല്ലെങ്കിൽ നമ്മളിപ്പം മറന്നു തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഞങ്ങൾ പാട്ടിലൂടെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് വേതാളത്തിന്റെ മെയിൻ ഐഡിയ. സൂപ്പർ. അതായത് എന്താണ് നിങ്ങൾ മലയാളി എല്ലാം മറക്കുന്നു, ഓർമ്മപ്പെടുത്തണം, എന്തൊക്കെ? ഞങ്ങളുടെ ഒരു പാടിന്റെ പേര് ചാമ്പയ്ക്ക എന്നാണ്. എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ചാമ്പമരത്തിലും പേരമരത്തിലും മാവിലും ഒക്കെയാണ് ആണ് ജീവിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിനൊരു ഫൺ, അതാണ് ഞങ്ങളുടെ പഴയ ചെറുപ്പത്തിലെ ഒരു കളികളും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു ചാമ്പയ്ക്ക കണ്ടെന്ന് എനിക്ക് സംശയമാണ്. എന്റെ മോൻ ഇതൊരു ചാമ്പമരം കണ്ടിട്ടില്ല. കാരണം ചാമ്പമരം ഇല്ല. എറണാകുളത്തിൽ എവിടെയാണ് അല്ലെ? കൊച്ചി ജില്ല എവിടെയാണ് ചാമ്പമരം? എല്ലായിടത്തും ഫ്ലാറ്റും ടവറുമാണ്. ചാമ്പമരയ്ക്ക് സ്പേസ് ഇല്ല. ചാമ്പയ്ക്ക് വേണ്ടി നിങ്ങളൊരു പാട്ട്. അതെ, ആ ചാമ്പയ്ക്ക്, ഈ ചാമ്പയെ ഇനി വരും തലമുറ ഇങ്ങനെ കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്നെന്നും ഇതൊന്നും ചൈനയിൽ നിന്ന് പാക്ക് ചെയ്ത് വരുന്ന വെറും ഫുഡ് മെറ്റീരിയൽ അല്ല എന്നും അറിയിക്കാനാണ് ഞങ്ങളുടെ പാട്ടുകളുടെ മെയിൻ ഉദ്ദേശം. ചാമ്പ ചൈനയിലല്ല, കൊച്ചിയിലെയും കേരളത്തിലെയാണ്. അതെ. വാട്ട്സ് എ ചാമ്പയ്ക്ക സോങ് കേൾക്കട്ടെ? ചാമ്പയ്ക്ക സോങ് ഇതാണ്. ഞങ്ങൾ പ്രണയമായിട്ടാണ് ചാമ്പയെ കണക്ട് ചെയ്തിരിക്കുന്നത്. ചാമ്പയ്ക്ക ഓഹോ ചാമ്പയ്ക്ക, ചാമ്പയ്ക്ക ഓഹോ ചാമ്പയ്ക്ക. പണ്ടൻ വീട്ടിൻ പടിയിൽ ചാമ്പമരമുണ്ട്. ചാമ്പ പറിക്കാൻ അവളൻ വീട്ടിൽ എന്നും വരുമായിരുന്നു. പക്ഷേ ചാമ്പ പറിച്ചില്ല, ഓളൻ കൽബ് പറിച്ചെടുത്തു. പക്ഷേ ചാമ്പ പറിച്ചില്ല, ഓളൻ കൽബ് പറിച്ചെടുത്തു. കീളിക്കൊഞ്ചലാൽ അവളൻ കരള് പറിച്ചെടുത്തു. കീളിക്കൊഞ്ചലാൽ അവളൻ കരള് പറിച്ചെടുത്തു. ഓഹോ ചാമ്പയ്ക്ക, ചാമ്പയ്ക്ക ഓഹോ ചാമ്പയ്ക്ക, ചാമ്പയ്ക്ക റുറുറുറു ഈ ചാമ്പയ്ക്ക.
Fantastic. So, introducing Vedalam Band on Club FM 94.3. I'm so happy. And over 4 പേരുണ്ട്. And over Nixon lead guitarist ഉണ്ട്. Ramesh bass guitarist. Tony vocalist. കൂടെ Sajid the main vocalist. Welcome. Thank you very much. Thank you. Breakfast Club on Kalakan Recharge. Kalakan Recharge. Well, tell me something. അതായത് നിങ്ങള് പിന്നെ എങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ചാമ്പയ്ക്ക സോങ് ഉണ്ടാക്കി. അതെ, ഞങ്ങളുടെ ഇനിയുള്ള സോങ്സ് ഇപ്പൊ അടുത്തുള്ള ബൾബ് എന്ന അടുത്ത സോങ്ങിൽ വരും. ബൾബ് ബൾബ് എങ്ങനെ? ബൾബ് ആക്ച്വലി അതൊരു പൈങ്ക്ലി സോങ് ആണ്. ബൾബിന്റെ ഒരു മെയിൻ മോട്ടീവ്. ബൾബ് എന്ന് പറഞ്ഞാൽ what do you mean by ആക്ച്വലി ഞാൻ എന്റെ പ്രണയിനെ കാണുമ്പോൾ എന്റെ കൽബിലൊരു ബൾബ് എത്തുമായിരുന്നു. ടിങ് എന്ന് പറയുന്നത് അതാണ് ഈ പാട്ടിന്റെ മോട്ടിവേഷൻ. അത് ശരി. അതെ, ലെറ്റ്സ് ഗോ. All right. So വേതാളം ബാൻഡ് സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി സ്കൂളിൽ പോകുമ്പോ ഗേൾഫ്രണ്ടിനെ കാണുമ്പോ നെഞ്ചിനകത്ത് ബൾബ് മിന്നുകയാണെങ്കിൽ ടീം വേതാളത്തിന്റെ പാട്ട് ബൾബ്. It's Bulb on Club FM 94.3. 2, 1, go. പണ്ടങ്ങാണ്ടോ പള്ളിപ്പുരയൽ പോയ നേരം മോളെ കണ്ടു. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി. ബൾബ് കത്തി. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി. ബൾബ് കത്തി. ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ. ഷിപ്പുമല്ല പ്ലെയിനുമല്ല ട്രെയിനുമല്ല ഖൽബാണ് വലുതോളേ. ഇക്കാന്റെ ഖൽബാണ് വലുതോളേ. ഇക്കാന്റെ ഖൽബാണ് വലുതോളേ. പണ്ടങ്ങാണ്ടോ പള്ളിപ്പുരയൽ പോയ നേരം മോളെ കണ്ടു. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി. ബൾബ് കത്തി. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി. ബൾബ് കത്തി. ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ. Beautiful. I loved it. Sajid, guitarist, Nixon, കൂടെ Ramesh and Tony. Club FM 94.3. 2, 1, go. ബൾബ് കത്തി. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി. ബൾബ് കത്തി. ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ. കൊച്ചിൻ സിറ്റി ഒരുപാട് മ്യൂസിക് ബാൻഡുകൾക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ബാൻഡ് രൂപം കൊണ്ടിട്ടുണ്ട്. പേര് വേതാളം. മനസ്സിൽ ഒരിക്കൽ കയറിയാൽ പിന്നെ ഈ താളം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവില്ല. അത് വേതാളത്തിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നതാണ് വേതാളംകാർ പറയണേ. അതെ. ആൻഡ് നിങ്ങൾ പറയായിരുന്നു നിങ്ങളുടെ ബാൻഡിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഈ ഉലകത്തിലില്ലാത്ത ഒരു വലിയ മനുഷ്യനാണ്. അതെ, മെഹബൂബായി, കൊച്ചിയുടെ സ്വന്തം മെഹബൂബായി എന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചിയിൽ പോയി പുള്ളിയുടെ ഒരു ക്ലബ്ബുണ്ട്. അവിടെ ക്ലബ്ബിൽ പോയി അവിടെ ചെന്ന് ഞങ്ങള് ജൂനിയർ മെഹബൂബ്, പുള്ളിയുടെ തന്നെ ശിഷ്യൻ, പുള്ളി പാടിച്ച് പുള്ളി സ്റ്റേജിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. പുള്ളി ഇപ്പം ഞങ്ങളുടെ കൂടി ബാൻഡിലുണ്ട്. ജൂനിയർ മെഹബൂബായ്. അതെ, മെഹബൂബിക്ക. അതായത് ഒരു 65 വയസ്സിന് മേൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ് പുള്ളി. ഇന്ന് ഞങ്ങൾ ഈ ബാൻഡ് കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ കൂടി കപ്പ ടിവിയിൽ മ്യൂസിക് മോജോയിൽ പാടാൻ വന്നു. മ്യൂസിക് മോജോയിലാണ് നിങ്ങളുടെ ബാൻഡ് പ്രീമിയർ ചെയ്തത്. അതെ, ഞങ്ങൾ ലോഞ്ച് ചെയ്തത് മ്യൂസിക് മോജോയിലൂടെയാണ്. ഇൻഫാക്ട് നിങ്ങൾ പുള്ളിയുടെ പാട്ടുകൾ പോലത്തെ പാട്ടുകൾ ആഗ്രഹിക്കുന്നു. അതെ. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ഇപ്പൊ കട്ടൻ ചായയും ചാമ്പയ്ക്കും കൊണ്ടാണ്
ആണെങ്കിൽ ഇനിയൊരു റെവല്യൂഷണറി ടൈപ്പ് സോങ്സ് ഞങ്ങൾക്ക് ഇറക്കാൻ പറയണം. പുള്ളി പാടിയതുപോലെ. പുള്ളി പാടിയ ഒരു പാട്ടിന്റെ ഒരു ലൈൻ, ഒരു ലിറിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവെല്ലാം നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല. നിങ്ങൾ ആലോചിക്കുക, എന്ത് അതിനൊരു ലൈഫുണ്ട് ആ പാട്ടിലൊക്കെ. അതാണ് പുള്ളി അതുപോലത്തെ പാട്ടുകൾ ഇറക്കണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഇപ്പൊ ഇറക്കാൻ പോകുന്നുണ്ട്. എന്താ പറയാ, സ്ട്രൈക്കിംഗ് ലൈൻ. ഇൻഫാക്ട് പട്ടാപ്പകലും ചൂട്ടും പിടിച്ച് മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവെല്ലാം നടന്നു, പക്ഷെ മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു, നമ്മളും മനുഷ്യനെ തേടി നടന്നു, ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല, നമ്മള് മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകലും 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 പട്ടാപ്പകലും. എന്താണ് ലീഡ് ഗിറ്റാറിസ്റ്റ് നിക്സന് പറയാനുള്ളത്? ടെൽ മീ. വെരി എക്സൈറ്റഡ് ഇരിക്കുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ. യാ റിയലി എന്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ബാൻഡിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന വേതാളം. ഐ എം സോ ഹാപ്പി വിത്ത് ദം. ആൻഡ് ടോണി, വാട്ട്സ് യുവർ ടേക്ക്? എന്താണ് ടോണിക്ക് പറയാനുള്ളത്? വേതാളം എന്നുള്ള ഒരു ബാൻഡ്, വേതാളം നല്ലൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ മ്യൂസിക് മോജോയിൽ പെർഫോം ചെയ്തു, അത്യാവശ്യം നല്ലതായിട്ട് ഷോസ് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്, ഖത്തറിൽ വരെ ഷോസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഒരു ആൽബത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ ട്രെൻഡ് വിൻഡ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്, അല്ലെങ്കിൽ വേവ്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. പണ്ട് ഫോക്ക് സോങ്സിന് പിന്നെ റോക്ക് ചെയ്യുന്നതായിരുന്നു ഒരു കാലത്ത് ട്രെൻഡ്, അവിയൽ പോലെ. ഇപ്പൊ സ്വന്തമായിട്ട് ഫോക്ക് സോങ്സ് ഉണ്ടാക്കുന്നതാണ് ട്രെൻഡ്. അല്ല, അത് നമുക്ക് ഫോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു എലമെന്റ് ആണ്. നമ്മുടെ ഒരു ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു ഫോക്ക് എലമെന്റ് ഉണ്ട്. അപ്പൊ അതിനെ ഇവോൾവ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രമാണ്. Breakfast Club on Kalakan Recharge. Kalakan Recharge. Tell me, finally, എന്താണ് വേതാളം ബാൻഡിനെ കുറിച്ച് പറയാനുള്ളത്? I mean, the entire city is listening to you, Kochi is listening to you. So വേതാളം rocks. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പാടാൻ കഴിവുള്ള കുറെ ആളുകളുണ്ട്. അവരെ ഞങ്ങളുടെ ബാൻഡിലൂടെ മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങളിപ്പോ ആക്ച്വലി ഞങ്ങളുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. വെബ്സൈറ്റിലൂടെ അവർക്ക് അവരുടെ വോയിസ് നോട്ട്സ് അയക്കാം. ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് കുറെ വോയിസ് നോട്ട്സ് എല്ലാവരും അയക്കുന്നുണ്ട്. ഇപ്പൊ ടോണിയാണ് സെലക്ട് ചെയ്യുന്നത്. ടോണി അത് ഓക്കെ ആയാലും ഞങ്ങൾ ഷുവർ അവരെയും ഞങ്ങളുടെ ജോയിൻ ചെയ്യിപ്പിക്കും ഞങ്ങളുടെ ബാൻഡിലേക്ക്. സൂപ്പർ. അതെ. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം ആയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് ഇതിപ്പോ സാജിദ് പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാനും ബാൻഡ് തന്നെ വേറെ രീതിയിലേക്ക് പ്ലേസ് ചെയ്യാനായിട്ടും എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. മെഹബൂബിനെ സ്നേഹിക്കുന്ന കൊച്ചിക്കാർക്ക് വേണ്ടി മെഹബൂബിനോടുള്ള ട്രിബ്യൂട്ട് എന്ന രീതിയിൽ മെഹബൂബിസം ഉള്ള കുറെ പാട്ടുകളുമായിട്ട് യങ് ബാൻഡ് ഇസ് ഹിയർ വിത്ത് us on Club FM 94.3. That's Team Vedalam. Vedalam band rocks on Club FM 94.3. Well, finally show close ചെയ്യുന്നതിന് മുമ്പ് വേദാളം ഒരു നമ്പർ കൂടി കേൾപ്പിച്ചിട്ട് you can take your leave. ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് നമ്പർ പറഞ്ഞാല് ബൾബ് ഒരു പ്രണയ സോങ് ആണെന്ന് പറഞ്ഞല്ലോ. ബൾബിന്റെ എന്റെ ഒരു പ്രണയ നഷ്ടമാണ്. കാരണം എന്നും പ്രണയ നഷ്ടങ്ങളാണ് മനസ്സിൽ നിൽക്കുന്നത്. പ്രണയം കൂടിയ പ്രശ്നമാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ബൾബിന്റെ എന്റെ ഒരു പ്രണയ നഷ്ടമാണ്. അപ്പൊ അതിന്റെ എന്റെ ഉത്തരത്തിൽ ഞങ്ങൾ നിർത്താം. സോ ബൾബ് അല്ല ബൾബ് ഓൺ Club FM 94.3 2 1 go. പേശിന്നു നിന്നൊരു പുയ്യാപ്ലെ കണ്ടപ്പം നിന്റുപ്പ നമ്മളോട് പറഞ്ഞ് ബൈ 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 മോനെ ബൈ 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 ബൈ ബൈ. പണ്ടെങ്ങാണ്ടോ 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 പള്ളിപ്പുരയിൽ പോയ നേരം ഓളെ കണ്ടു. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി ബൽബൽ ബൾബ് കത്തി ബൽബൽ ബൾബ് കത്തി. ഓളെ കണ്ട നേരം എന്റെ കൽബിനുള്ളിൽ ബൾബ് കത്തി ബൽബൽ ബൾബ് കത്തി ബൽബൽ ബൾബ് കത്തി. ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ ഹേ ഓഹോ. Thank you very much, Team Vedalam. Great talking to you people. Wonderful. Thank you very much.